ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ അവളെ ചതിക്കൂന്ന് ഞാൻ പണ്ടേ അവളോട് പറഞ്ഞതാ. അവള് കേട്ടില്ല. അനുഭവിക്കട്ടെ. വിവാഹമോചനം നടത്തി പോടാ. മിണ്ടരുത്, കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എടുക്ക്, അവളായിരിക്കും. നിങ്ങൾ ആരാ? ഞാൻ കാലൻ, നിന്റെ പെൺകാലൻ. എന്താ അവളോട് സംസാരിക്കാതിരുന്ന? ഓ, ഞാൻ നിന്നതുകൊണ്ടാണോ? അയ്യോ മാഡം, ഞാൻ നിങ്ങൾ എന്റെ ജീവനെ പോലെ സ്നേഹിച്ചതാ. ഇതിലും ഭേദം നിങ്ങൾക്ക് എന്നെ വിഷം തന്ന് കൊല്ലായിരുന്നു. ആരായിരിക്കും ഈ ചതിയുടെ പിന്നിൽ? ആ റിയയുടെ പേരിലുള്ള നമ്പർ ഇവൻ സൈബർ സെല്ലെങ്ങാനും കൈമാറിയാലോ? കൈമാറിയ നമുക്കെന്താ? കൊച്ചമണിയെ പിടിക്കും. അതല്ല അമ്മേ, ആ പോലീസുകാരെ വരട്ടുമ്പോ ഇതിന്റെ പിന്നിലെ നമ്മളാണെന്ന് കിളവി പറഞ്ഞു കൊടുക്കോ? എടാ, നമ്മളാണെന്നതിന് എന്താ തെളിവ്? പോവാൻ പറയടാ. അമ്മയെ ഒന്ന് വിളിച്ചാലോ? മോനെ, അമ്മ ഉറങ്ങിയില്ലേ? ഇല്ല മോനെ, ഓ വിഷമിച്ചിരിക്കുമ്പോ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റൂ? ഇതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, ഇതൊക്കെ അങ്ങ് മാറിക്കോളും. അമ്മ ചെന്ന് ഉറങ്ങാൻ നോക്ക. ശരിടാ. അമ്മേ, എന്നാലും ഞാൻ മാഡത്തിന് കൊടുക്കാൻ എഴുതിയ ലെറ്റർ അതെങ്ങനെ മാറിയത്? ഞാനും അതന്നെ ആലോചിക്കുന്നേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ആ ജയന്റെ അമ്മ സംശയം ഉണ്ടായിരുന്നു, പക്ഷേ അവർക്കതിനുള്ള കഴിവൊന്നുമില്ല. പോരാത്തതിന് അവരവിടെ ഉണ്ടായിരുന്നുമില്ല. അതാരായാലും നമുക്ക് കണ്ടെത്തണമേ. ഇപ്പൊ ഏതായാലും അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. മോളെന്തിയടാ? കരഞ്ഞ് കരഞ്ഞ് മുറി തന്നെ ഇരിക്ക. എന്തായാലും നീ അതിനെ വഴക്കൊന്നും പറയണ്ട. ഒരു തെറ്റിദ്ധാരണയല്ലേ? എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ശരിയമ്മേ, അമ്മ കിടന്നോ? എന്തായി? മാതൃകാ ദമ്പതികൾ തമ്മില് തല്ലി പിരിഞ്ഞല്ലേ? ഇതല്ലെങ്കിലും അടിച്ചു പിരിയൊന്ന് നമ്മള് പണ്ടേ വിധി എഴുതിയതല്ലേ അമ്മേ? എടാ, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ.
കോലോത്തെ പെണ്ണിനെയൊക്കെ മോഹിച്ചാലേ ഇങ്ങനെ ഇരിക്കും. നീ അവളെ ചതിക്കൂന്ന് ഞാൻ പണ്ടേ അവളോട് പറഞ്ഞതാ. അവള് കേട്ടില്ല. അനുഭവിക്കട്ടെ. വിവാഹമോചനം നടത്തി പോടാ, അല്ലെങ്കിൽ പോയി തൂങ്ങിച്ചാവ്. ചേച്ചിയോ? യാമിനി എഴുന്നിട്ടില്ലേ? ഞാൻ ബെഡ് കോഫി കൊണ്ടുവന്ന് തന്നാ നീ കുടിക്കില്ലേ? അതല്ല, ചേച്ചിയെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതിയാ. അതെ, അവള് നിന്റെ അനുജന്റെ ഭാര്യ. രക്തബന്ധവും ഇല്ല, സ്നേഹവും ഇല്ല. നിന്റെ സ്വത്ത് കണ്ട് ഒട്ടി നിൽക്കുന്നതാ ഈ അനിയനും ഭാര്യയും. നിനക്കെന്തെങ്കിലും സംഭവിച്ചാ മൂട്ടിലെ പൊടിയും തട്ടി അവരവരുടെ പാട്ടിന് പോവും. ഞാൻ അങ്ങനെയല്ല, നിന്റെ ചേച്ചിയാ. വെറും ചേച്ചിയല്ല, അമ്മയുടെ സ്ഥാനമാ എനിക്ക്. എനിക്കതിനൊന്നും യാതൊരു സംശയമില്ലല്ലോ ചേച്ചി. സത്യം പറഞ്ഞാ ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അതെന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ദീപക്ക് വല്ല കുരുത്തക്കേടിലും ചെന്ന് ചാടിയോ? അതൊന്നുമല്ല. ഇന്നലെ തലകറക്കം വന്ന് നീ ഹോസ്പിറ്റലിൽ പോയെന്ന് അറിഞ്ഞപ്പോ മുതല് മനസ്സ് വല്ലാതെയായി. രാത്രിയില് ഞാൻ നിന്നെക്കുറിച്ച് ഓർത്താ കിടന്നേ. നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ലേ. വിശ്വസിച്ച് കൂടെ കൂടിയവള് ചതിച്ചിട്ട് പോയി. അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട, അത് നിസ്സാരോ. പിന്നെ ഇതൊരു തലകറക്കമല്ലേ, മരുന്ന് കഴിച്ച് പതങ്ങ് മാറി. പിന്നെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത് എന്റെ തലയെഴുത്തല്ലേ. അനുഭവിക്കേണ്ടത് അനുഭവിക്കാതെ തരവില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ വിഷമിക്കണ്ട. നിന്നെ ചതിച്ചവളെ ദൈവം വെറുതെ വിടില്ല. ആരോഗ്യം നോക്കണം മോനെ. ഈ തിരക്കൊക്കെ ഒന്ന് കുറയ്ക്കേ. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. അകലേ